ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വീണ്ടും വൻ തിരിച്ചടി. യുഎസിന്റെ വിമാനം ഇറാഖിൽ തകർന്നു വീണു. ആകാശത്ത് വെച്ച് മറ്റുള്ള വിമാനങ്ങളിലേക്ക് ഇന്ധനം നിറയ്ക്കുന്ന വിമാനമാണ് തകർന്നു വീണത്. 6 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. യുഎസ് വിമാനവാഹിനി കപ്പലിലെ തീപിടുത്തത്തിന് പിന്നാലെയാണ് യുഎസ് വിമാനവും തകർന്നു വീണിരിക്കുന്നത്. വിമാനം തകർന്നു വീണതിന് പിന്നിൽ ആക്രമണമില്ലെന്നാണ് യുഎസ് അവകാശപ്പെടുന്നത്. പൈലറ്റുമാരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം തുടരുകയാണെന്നും യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സൗഹൃദ വ്യോമാതിർത്തിയിൽ 2 വിമാനങ്ങൾ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്ത യുഎസ് സെൻട്രൽ കമാൻഡ് പിന്നീട് ഇത് തിരുത്തി. ഒരു വിമാനം പടിഞ്ഞാറ് ഇറാഖിൽ തകർന്നതായും രണ്ടാമത്തേത് ഇസ്രായേലിൽ സുരക്ഷിതമായി ഇറങ്ങിയതായും അവർ റിപ്പോർട്ട് ചെയ്തു. ഇത് ശത്രുതാപരമായ വെടിവെപ്പോ സൗഹൃദപരമായ വെടിവെപ്പോ മൂലമല്ല, സെൻട്രൽ കമാൻഡ് അറിയിപ്പിൽ അവകാശപ്പെടുന്നു. തങ്ങളുടെ ഔദ്യോഗിക ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലാണ് ഇറാൻ പിന്തുണയുള്ള സായുധ വിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മയായ ഇസ്ലാമിക് റെസിഡൻസ് ഇൻ ഇറാഖ് ഇക്കാര്യം അറിയിച്ചത്. ആ പോസ്റ്റ് ഇങ്ങനെ: പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ യുദ്ധം ചെയ്യപ്പെടുന്നവർക്ക് യുദ്ധം ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. കാരണം അവർ അനീതിക്ക് ഇരയായി. തീർച്ചയായും അള്ളാഹു അവർക്ക് വിജയം നൽകാൻ കഴിവുള്ളവനാണ്. അധിനിവേശ സേനയുടെ വിമാനങ്ങൾ ലംഘിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും വ്യോമാതിർത്തിയെയും പ്രതിരോധിക്കുന്നതിനായി ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻസിന്റെ പോരാളികൾ പടിഞ്ഞാറൻ ഇറാഖിലെ അമേരിക്കൻ അധിനിവേശത്തിന്റെ ഭാഗമായ ഒരു KC-135 വിമാനം ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തി, അവർ ടെലഗ്രാമിൽ കുറിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ അമേരിക്കൻ അധിനിവേശത്തിന്റെ ഭാഗമായ രണ്ടാമത്തെ KC-135 വിമാനവും ലക്ഷ്യമിട്ടതായി അവർ മറ്റൊരു പ്രസ്താവനയിൽ അറിയിക്കുന്നു. അതേസമയം ഇത് ഇടിച്ചതിനു ശേഷം അതിലെ ജീവനക്കാർക്ക് അതിനൊപ്പം രക്ഷപ്പെടാൻ കഴിഞ്ഞെന്നും അറിയിപ്പിൽ പറഞ്ഞു. അത് ശത്രുവിന്റെ വിമാനത്താവളങ്ങളിലൊന്നിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ചെറുത്തുനിൽപ്പ് സംഘത്തിന്റെ വ്യോമ പ്രതിരോധം യുഎസ് വിമാനം തകർത്ത് വിമാനത്തിലുണ്ടായിരുന്ന 6 പേരെ കൊലപ്പെടുത്തിയതായി IRGCയും പ്രതികരിച്ചു. ഇറാൻ യുഎസ് ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരായ ആക്രമണവും ശക്തമായി തുടരുകയാണ്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഗലീലിയയിൽ 15 പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ പാരാമെഡിക്കൽ വിഭാഗം സ്ഥിരീകരിച്ചു. തകർന്ന കെട്ടിടങ്ങളിൽ കുടുങ്ങിയവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം ഇറാഖിലെ കുർദിസ്ഥാനിൽ ഇറാൻ സഖ്യ ആക്രമണത്തിൽ ഒരു ഫ്രഞ്ച് സൈനികൻ കൊല്ലപ്പെട്ടതായി ഫ്രഞ്ച് പ്രസിഡന്റ് സ്ഥിരീകരിച്ചു. നേരത്തെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ കാംനെയി പദവിയേറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ സന്ദേശത്തിൽ ഇറാന്റെ രക്തസാക്ഷികളുടെ ചോരക്ക് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ കാംനെയി പദവിയേറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ സന്ദേശത്തിൽ ഇറാൻ രക്തസാക്ഷികളുടെ ചോരക്ക് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് തുടരുമെന്നും മേഖലയിലെ എല്ലാ US സൈനിക താവളങ്ങളും പൂട്ടണമെന്നും ജനങ്ങൾക്ക് നൽകിയ സന്ദേശത്തിൽ മുജ്തബ കാംനെയി മുന്നറിയിപ്പ് നൽകുന്നു. അയൽരാജ്യങ്ങളുമായി സൗഹൃദം തുടരുമ്പോഴും US താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും അദ്ദേഹം സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. യുമായി ചേർന്ന് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന്റെ 13ാം ദിവസത്തിലാണ് പരമോന്നത നേതാവിന്റെ പ്രസ്താവന. Waytonikah.com, the exclusive Muslim matrimonial site.